ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആർ യു റെഡി? ഞാൻ എന്തുകൊണ്ടാണ് ആർ യു റെഡിയും ചോദിച്ചതെന്ന് പറയാം. അതിന്റെ ആ ഒരു രഹസ്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മുടെ 100 ഡേയ്സ് വീഡിയോ മേക്കിംഗ് ഇൻകം ചലഞ്ചിലേക്ക് എല്ലാവരും ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഡേ 1 മുതൽ 12 വരെ നിങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് അപ്രീസിയേഷൻ ചെയ്യുക. അതുകൂടാതെ ഞാൻ എല്ലാവരെയും കൺഗ്രാറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങൾ ഒരു 12 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യമായി എന്നെ കാണുന്നവർക്ക് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് നിസീബ, മണി മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് കോച്ച് കൂടിയാണ്. ഡേ 13 ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡേ 1 മുതൽ 12 വരെയുള്ള എല്ലാ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു വീഡിയോസ് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം 13ാമത്തെ ചലഞ്ച് മുതൽ നമ്മുടെ കൂടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ചിൽ തരുന്ന പ്രോമിസ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 100% കമ്മിറ്റ്മെന്റോട് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനും അതുപോലെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും ആ ക്വാളിറ്റി കസ്റ്റമേഴ്സിൽ കൂടി നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും കഴിയുക തന്നെ ചെയ്യും. സോ ആ ഒരു പ്രോമിസ് ആണ് ഞാൻ നിങ്ങളോട് തരുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ 100% കമ്മിറ്റ്മെന്റ് ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ കൊടുക്കുക. ദിവസവും ഒരു 5 മിനിറ്റ് മാത്രം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചലഞ്ച് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു തീർക്കാനും അതിന്റെ എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് കാണാനും കഴിയുന്നതായിരിക്കും. ആ ഒരു ചലഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് എത്ര പേര് 100% കമ്മിറ്റ്മെന്റ് ആണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ എം റെഡി എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇന്നപ്പോ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡീപ്പിൽ പോയത്, നമ്മൾ ഇന്നലെ HS എന്താണെന്ന് നോക്കി. സോ HS കണ്ടിട്ടില്ലാത്തവര് ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ആ HS എന്താണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ പഠിക്കുകയും ചെയ്യുക. അതായത് നമ്മുടെ ഹുക്ക് സ്റ്റോറി ആക്ഷൻ ആണ് HS എന്ന് പറയുന്നത്. ആ HSയുടെ ഒരൊറ്റ ഹുക്ക് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾ ഡീപ്പിലി പറയാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഈ ഒരു വീഡിയോ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കറിയാം, ഒരു ഹുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കുമെന്നുള്ളതല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് തുടങ്ങിയ സമയത്ത് ആർ യു റെഡി എന്ന് ചോദിച്ചത്, നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചത്. കാരണം ഈ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാലേ, നമ്മളോട് ഒരാൾ ചോദിക്കണം ആർ യു റെഡി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും പറയുന്നത്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഓക്കെ നമുക്കൊന്ന് റെഡി ആയാലോ എന്നൊരു തോട്ട് നമുക്ക് വരും. സോ എന്തുകൊണ്ടാണ് ആർ യു റെഡി എന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏറ്റവും ആഹ് എന്താണ് ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഹുക്ക് പോയിന്റ് ആണ്. സോ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ഹുക്ക് പോയിന്റ് യൂസ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ ഈ ഒരു ഹുക്ക് പോയിന്റ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക. സോ നിങ്ങൾക്ക് ക്ലയൻസിന്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ആർ യു റെഡി എന്ന് ചോദിക്കാം. അപ്പോൾ അവരിങ്ങനെ ഫസ്റ്റ് എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കും. പിന്നെ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുമ്പോൾ അവർ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഏത് കാര്യത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ റെഡി ആയിരിക്കണം. റെഡി ആണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. സോ റെഡി അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും, സീറോ റിസൾട്ട് ആയിരിക്കും. നമ്മൾ എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ കേട്ടു എന്ന് പറഞ്ഞാലും നമ്മൾ അത് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരിക്കലും അതിന്റെ റിസൾട്ട് നമ്മൾ കിട്ടത്തില്ല. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, വേറൊരു വ്യക്തിക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും, ഇന്ന ആൾക്കാർക്കെല്ലാം റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും, നമ്മൾ അതിന് കൺവിൻസ്ഡ് ആയിരിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ കാര്യത്തിൽ എന്തായിരിക്കും, അത് റെഡി ആയി വരുന്നുണ്ടായിരിക്കും. അപ്പൊ റെഡി ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കുറവായിരിക്കും. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഈ ഒരു ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബ് വഴിയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴിയിട്ടോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഈ ചലഞ്ച് ചെയ്യുന്നത്. അതിൽ ശരിക്കും എത്ര പേര് റെഡിയാണ്? എല്ലാവരും ആവേശമാണല്ലോ. ആദ്യത്തെ ഒരു ദിവസമൊക്കെ ഭയങ്കര ആവേശമായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ആവേശം കെട്ടടങ്ങുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ചലഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഇൻകം ഡേ ബൈ ഡേ കൂടുന്നുണ്ടായിരിക്കും. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, സോ ഈ ഒരു ചലഞ്ച് ചെയ്തതിന് ശേഷം എന്റെ ഇൻകത്തിൽ മാറ്റം വരുന്നുണ്ട്, എനിക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്നുണ്ട് എന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സുകൾ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ഇത് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ഹുക്ക് പോയിന്റ് യൂസ് ചെയ്യുക. ആർ യു റെഡി എന്ന് ചോദിക്കുക. സോ റെഡി ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും എന്തായിരിക്കും, ബ്ലാസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു ആർ യു റെഡി എന്ന് പറയുന്ന ഈ ഒരു ഹുക്ക് പോയിന്റിൽ
ഞാൻ 3 സ്റ്റെപ്സ് പറഞ്ഞു തരാം. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പാറ്റേൺ ബ്രേക്ക് ആണ് ചെയ്യുന്നത്. അതായത് ആർ യു റെഡി എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ആർ യു റെഡി, ആർ യു റെഡി, ആർ യു റെഡി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഒരു അലേർട്ട് മോഡിലോട്ട് ഓൺ ചെയ്യും. ഇങ്ങനെ അലേർട്ട് മോഡിലോട്ട് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാര്യം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാനും നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാനാണ് ഈ ഒരു ഹുക്ക് പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അലേർട്ട് മോഡ് ഓൺ ചെയ്യുക, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പിക്ചർ ആണ്. അതായത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ. സോ റെഡി ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ പോസിബിലിറ്റീസ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അക്കംപ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, റെഡി ആയിരിക്കണം. അത് നമുക്ക് ഫ്യൂച്ചർ പിക്ചർ വേണമല്ലേ. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് എന്ന് നമുക്കത് പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, റെഡി ആകത്തുള്ളൂ. ഓക്കെ. അവിടെ ഈ ഒരു റെഡി ആവുന്ന സമയത്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി നമ്മൾ ഇവിടെ വരാൻ, നമ്മൾ ഇത്രയും നാളും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ബർത്ത്ഡേക്ക് നിങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കാതിരിക്കുക, ആ വ്യക്തിക്ക് ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കത്തില്ല. എന്നാൽ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അത് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾ റെഡിയാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും വരുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആർ യു റെഡി എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഞാൻ റെഡിയാണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാനായിട്ട് ഇതാക്കാം. മൂന്നാമത് ഡിസിഷൻ ട്രിഗർ ആണ്. അതായത് നമ്മളൊരു കാര്യം വേണമോ വേണ്ടയോ എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഇത് കൊള്ളാം, എന്നാൽ എനിക്ക് സമയമില്ല, അയ്യോ എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ഞാൻ റെഡി ആണെങ്കിൽ എനിക്കിത് ചെയ്യാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഞാൻ റെഡി ആണെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് എനിക്ക് വാങ്ങിക്കാൻ കഴിയും എന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസിഷൻ ട്രിഗർ മാറ്റിയിട്ട് അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഓൺ ആവും. അപ്പോൾ കമ്മിറ്റ്മെന്റ് നമ്മൾ ഡിസിഷൻ എടുപ്പിക്കാൻ ഈ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ആർ യു റെഡി, ആർ യു റെഡി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ റെഡി ആണോ, നിങ്ങൾ റെഡി ആണോ എന്ന് പറയാം. യെസ് ഐ ആം റെഡി എന്ന് പറയാനായിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഒരുപാട് കോണ്ടന്റും അല്ലെങ്കിൽ നിങ്ങളുടെ നോളജും അല്ലെങ്കിൽ ടാലന്റും ഒക്കെ ഉണ്ടായിരിക്കും, എന്നാൽ നിങ്ങളുടെ അറ്റൻഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിസൾട്ട് ഉണ്ടാവത്തില്ല. ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളൊന്ന് ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിക്കുക, എന്റെ ബിസിനസ്സിൽ ഞാൻ പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നോളജ് ആണെങ്കിലും എന്റെ നെക്സ്റ്റ് ലെവലിൽ പോയാലല്ലേ ഇപ്പോഴത്തെ പ്രതിസന്ധികളൊക്കെ മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ സ്ട്രോങ് ഡെസിഷൻ എടുക്കുക. യെസ് ഐ ആം റെഡി എന്ന് പറയാ. ഓക്കെ. റെഡി എന്നതിന്റെ റിയൽ മീനിങ് എന്ന് പറഞ്ഞാൽ റെഡി ആകുന്നത് ആഗ്രഹിക്കുന്നതല്ല, ആക്ഷൻ എടുക്കുന്നതാണ്. നമ്മൾ എപ്പോഴും പറയും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊന്നും സഫലമാകാത്ത എന്തുകൊണ്ടാണ്, നമ്മൾ അവിടെ ഒരു ചെറിയൊരു ആക്ഷൻ പോലും എടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഇന്നലെ വരെ നമ്മൾ എക്സ്ക്യൂസസുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് എന്നാൽ ഒരു ഡിസിഷൻ ആയി, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നാളെ കിട്ടുന്നല്ല, ഫ്യൂച്ചറിൽ, അതായത് ഒരു മാസമോ 2 മാസമോ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടുകൾ കിട്ടുന്നതായിരിക്കും. സോ ഇന്ന് മുതൽ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്ക്യൂസുകളെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഈ ചലഞ്ച് ആണെങ്കിലും നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കുള്ളതാണ്. സോ നിങ്ങൾ എത്ര പേര് ഇത് റെഡി ആണെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി എന്ന് എഴുതുക. സോ നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുക്ക് എടുക്കുക, അതിനുശേഷം നിങ്ങൾ ഹെഡിങ് എഴുതുന്നത് ഡേറ്റ്, അതുപോലെ ഡേ 13 എന്നൊക്കെ എഴുതിയതിനു ശേഷം ആർ യു റെഡി എന്ന് പറയുന്ന ആ ഒരു ബുക്ക് കൊടുക്കുക. ബുക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യാനായിട്ട്, അതായത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഈ ആർ യു റെഡി വെച്ചുകൊണ്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം ക്ലയൻസിനടുത്തോട്ട് ചോദിക്കേണ്ട രീതിയിൽ ഒരു സ്റ്റോറി നിങ്ങൾ ബിൽഡ് ചെയ്ത് നിങ്ങൾ അവിടെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു CTA ബട്ടൺ വെക്കാനായിട്ട് നോക്കുക. CTA ബട്ടൺ അല്ല, CTA നിങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫിറ്റ്നസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വണ്ണം കുറയ്ക്കാൻ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ്. അപ്പം അവരോട് നിങ്ങൾ ചോദിക്കുക ആർ യു റെഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു കോണ്ടന്റ് ഇതാക്കുക. അതിനുശേഷം ഒരു
സ്റ്റോറി നിങ്ങൾ ബിൽഡ് ചെയ്യുക, എന്നിട്ട് ഒരു CTA കൊടുക്കാനായിട്ട് നോക്കുക. അപ്പം ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ഹെഡ്ലൈൻ ആയിട്ട് വരേണ്ടത്. അപ്പം നമ്മളിപ്പം എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, നമ്മൾ ഹാപ്പി ആവാൻ ഉദ്ദേശിക്കുകയാണ്, നമ്മൾ മൈൻഡിനെ റിവയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പം എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ ഇന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം വീഡിയോ നിങ്ങൾ ഫ്രെയിം ചെയ്യുക. നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്ത് ഈ ഒരു ടോപ്പിക്കിൽ ആർ യു റെഡി എന്ന് പറയുന്ന ഹുക്ക് ലൈൻ വെച്ചിട്ട് നിങ്ങളെ ആഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ കോണ്ടന്റ് എന്ത് ചെയ്യണം, നിങ്ങൾ വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഡേ 1 അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഡേ 1 അഫർമേഷൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഡേ 1 കാണുക. അതിനുശേഷം ആ അഫർമേഷൻ നിങ്ങൾ നോട്ടിൽ എഴുതുക. നിങ്ങൾ 3 പ്രാവശ്യം അതിനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ വളരെയധികം കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻട്രോ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു കോണ്ടന്റ് എന്ത് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. കോണ്ടന്റ് ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു കോണ്ടന്റ് ഷൂട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കോണ്ടന്റ് നിങ്ങൾ എവിടെയാണോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാട്സപ്പിൽ എടുത്തു വെച്ചിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിക്ചർ എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക. സോ നമ്മൾ എല്ലാവരും ഞാൻ നിങ്ങളുടെ ആ ഒരു ആക്ടിവിറ്റി കാണാനായിട്ട് എക്സൈറ്റഡ് ആണ്. സോ നിങ്ങളിപ്പം യൂട്യൂബിലാണ് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഡേ 13 ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുക. അതും എനിക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെറിയ ആക്ഷൻസ് ആണ് നമ്മുടെ വലിയ വലിയ റിസൾട്ട്സിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നെക്സ്റ്റ് ഹുക്ക് പോയിന്റുമായിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ വരുന്നുണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഹുക്ക് പോയിന്റ്സുകളും ഒരുപാട് സ്റ്റോറി മേക്കിംഗ് പോയിന്റ്സുകളും ഒരുപാട് ആക്ഷൻ പോയിന്റ്സുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ ഇതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിൽ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കും. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്, ആർ യു റെഡി? ഇതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. നിങ്ങളൊരു ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഷൂട്ട് ചെയ്യുക. ഇപ്പൊ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും അതുപോലെ ക്യാമറയുടെ ഫിയറും ഒക്കെ മാറി എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും നാളെ ഒരു ചലഞ്ചുമായിട്ട് കണ്ടുമുട്ടാം. ഡേ 14 വെച്ച് കണ്ടുമുട്ടുന്നതുവരെയും എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവുന്നത് നിങ്ങൾ ഇപ്പോഴേ വിഷ്വലൈസേഷൻ ചെയ്യുക. സോ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. സോ താങ്ക് യു സോ മച്ച്.